സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും നാളും കുറച്ചധികം കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഇനിയും ഫോർമാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് സ്റ്റൈൽ ക്രിയേഷനാണ്. സ്റ്റൈൽ ക്രിയേഷൻ നമുക്കറിയാം, ഒരിടത്തൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് നമ്മൾ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിനൊരു ഫോണ്ട്, ഒരു ഹെഡിങ്ങിന് ഒരു ഫോണ്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നു. അതായത് അതിൻ്റെ കളറ്, അതിൻ്റെ സൈസ്, അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് ഒക്കെ റെഡിയാക്കി വെക്കുന്നു. ബാക്കിയുള്ള ഹെഡിങ്ങുകൾക്കെല്ലാം ആ സ്റ്റൈല് തന്നെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഓരോരുത്തർക്കും പോയി നമ്മൾ അത് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം നമ്മൾ റൈറ്ററിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ എങ്ങനെ ചെയ്യാം, സ്ക്രൈബേഴ്സിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എഡിറ്റ് എടുക്കുക. അതിനകത്ത് സ്റ്റൈൽസ് എന്നുള്ളത് എടുക്കുന്നു. F4 പ്രസ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ ക്യാരക്ടർ സ്റ്റൈല് ഒന്ന് റെഡിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫോണ്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടി അത് ഡീഫോൾട്ട് ക്യാരക്ടർ സ്റ്റൈലിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് തുറന്നു വരും. അപ്പോൾ ഇപ്പോഴുള്ള ക്യാരക്ടറിൻ്റെ സ്റ്റൈലാണ് ജനറലായിട്ടുള്ള അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഫോണ്ടും അതിൻ്റെ സ്റ്റൈലും ഒക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്ക് പുതിയൊരു സ്റ്റൈൽ വേണം. ഇപ്പോൾ ഈ സബ് ഹെഡിങ്ങുകൾക്ക് എല്ലാം പുതിയൊരു സ്റ്റൈൽ വേണം, ഒരേപോലെ ആവണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് പുതിയൊരു സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ന്യൂ എന്നുള്ളത് എടുക്കാം. ന്യൂവിനകത്ത് വരുമ്പോൾ അവിടെ ക്യാരക്ടർ സ്റ്റൈൽ നമുക്ക് എടുക്കുന്നു. പേര് നമുക്ക് കൊടുക്കാം. സബ് ഹെഡിങ് എന്ന് പേര് കൊടുക്കാം. സബ് ഹെഡിങ്ങിന് വേണ്ടിയുള്ള സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ സബ് ഹെഡിങ് എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ബേസ്ഡ് ഓൺ എന്ന് ചോദിക്കുന്നു. ഡീഫോൾട്ട് ഇതിന് കീഴിലാണോ അതോ സ്വതന്ത്രമായിട്ട് നിൽക്കേണ്ടതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഡിഫോൾട്ട് സ്റ്റൈലിൻ്റെ ക്യാരക്ടർ സ്റ്റൈലിൻ്റെ കീഴിലാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനിയും ഇതെല്ലാം മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളം ഫോണ്ട് തന്നെ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാൻ മലയാളം തന്നെ തിരഞ്ഞെടുക്കാം. ബാക്കിയെല്ലാം മഞ്ചരി ആയതുകൊണ്ട് ഇത് മഞ്ചരി തന്നെ സെലക്ട് ചെയ്യാം. വേറെ ഫോണ്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. അത് മറ്റേ പാരഗ്രാഫിൻ്റെ ഇതുമായിട്ട് ചേരേണ്ടത് കൊണ്ട് തന്നെയാണ് മഞ്ചരി തന്നെ എടുത്തത്. പിന്നെ ഇത് ഹെഡിങ് ആയതുകൊണ്ട് തന്നെ ബോൾഡ് തിരഞ്ഞെടുക്കുന്നു. പോയിന്റ് നമുക്ക് 12 പോയിന്റാണ് സാധാരണ ഇതിന് കൊടുത്തിരിക്കുന്നത്. പാരഗ്രാഫിൻ്റെ ലെറ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനൊരു 14-15 ഒക്കെ ആക്കാം. ഓക്കെ, 16 ആക്കി. കുറച്ച് വലുപ്പമായിരിക്കും, നമുക്ക് കുഴപ്പമില്ല. ഒരു ഷെയ്ഡിങ് കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ഡിങ് കൊടുക്കാറുണ്ട്. ഷെയ്ഡിങ് കൊടുത്തു. ഇനി അതിന് കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. നേരത്തെ കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പുതിയ ഇതിനകത്തുള്ള ഇല്ലാത്ത കളർ വേണമെങ്കിൽ എഡിറ്റിനകത്ത് പോയി കളർ നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തുള്ള കളർ തന്നെ ഞാൻ കൊടുക്കുന്നു. കളേഴ്സ് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കൊടുക്കാം. ഓക്കെ, ബ്ലൂ കൊടുത്തു. ഇനിയും ഇത് സ്ട്രോക്കിൻ്റെ കളറാണ്. നമ്മുടെ ഇത് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ വര വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഫിൽ കളറാണ്. ബാക്ക്ഗ്രൗണ്ട് ഫിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അതും ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ സബ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടൊരു ക്യാരക്ടർ സ്റ്റൈൽ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ആ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. എവിടെയാണോ കൊടുക്കേണ്ടത് അതിനെ ഞാനൊന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു കഴിയുമ്പോൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിനകത്ത് ക്യാരക്ടർ സ്റ്റൈൽ എടുക്കുന്നു. ക്യാരക്ടർ സ്റ്റൈലിനകത്ത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ സ്റ്റൈൽ അവിടെ വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ സ്റ്റൈൽ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും ബാക്കിയുള്ള സബ് ഹെഡിങ്ങുകൾക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റൈൽ, ക്യാരക്ടർ സ്റ്റൈൽ എടുക്കുക. സബ് ഹെഡിങ് എന്നുള്ള ആ സ്റ്റൈൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ക്യാരക്ടർ സ്റ്റൈൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് പാരഗ്രാഫിന് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എഡിറ്റ് എടുക്കാം. എഡിറ്റിനകത്ത്
സ്റ്റൈൽസ് എടുക്കാം. സ്റ്റൈൽസിനകത്ത് പുതിയ പാരഗ്രാഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ എടുത്ത് ഓൾറെഡി ഉള്ള പാരഗ്രാഫ് സ്റ്റൈലിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ഉള്ള പാരഗ്രാഫിന് ഡിഫോൾട്ട് സ്റ്റൈലിനെ തന്നെ നമുക്ക് മാറ്റാം. 1.5 ആണെങ്കിൽ 1.5 സെന്റിമീറ്റർ ആണെങ്കിൽ 15 മില്ലിമീറ്റർ കറക്റ്റ് ആക്കുക. ലൈൻ സ്പേസിങ് നമുക്ക് കൂട്ടാം. ഓക്കെ, അതുപോലുള്ള അത്യാവശ്യം ഇത് ജസ്റ്റിഫൈഡ് ആക്കാം. എബോവ് പാരഗ്രാഫ്, ബിലോ പാരഗ്രാഫ് എന്നുള്ളത് റെഡിയാക്കാം. സ്പേസ് എബോവ്, പാരഗ്രാഫിന്റെ മുകളിൽ സ്ഥലം വേണമെങ്കിൽ അത്, താഴെ വേണമെങ്കിൽ അത്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഡണ്ണ് കൊടുത്താൽ ആ ഡിഫോൾട്ട് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ മാറിക്കൊള്ളും. അല്ലെ പുതിയതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ന്യൂ എടുക്കാം. ന്യൂ എടുത്തിട്ട് പാരഗ്രാഫ് സ്റ്റൈൽ എടുക്കുന്നു, അതിന് പേര് കൊടുക്കുന്നു. ഞാൻ N21 എന്നൊരു സ്റ്റൈല്, മലയാളം എടുക്കുന്നു, N21 എന്നൊരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്തു. അവിടെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റ് ഞാൻ നേരത്തെ മാറ്റിക്കൊണ്ട് ഇത് മാറ്റുന്നില്ല. വേണമെങ്കിൽ കുറച്ച് 21 കൊടുക്കാം. ഇനിയും താഴേക്ക് വരുമ്പോൾ പാരഗ്രാഫ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് 1.5 ആക്കി. അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഒരു പാരഗ്രാഫ് സ്റ്റൈലും ക്രിയേറ്റ് ചെയ്യാം. N21 എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് സ്റ്റൈലും ക്രിയേറ്റ് ചെയ്യാം. അതങ്ങനെ നമുക്ക് മാറ്റാം. ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് 1.5, ഞാൻ 1.2 ആക്കും, 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു N21 റെഡിയാക്കി. എന്നിട്ട് അപ്ലൈ കൊടുത്തു. ഓൾറെഡി ഉള്ളതിനെ നമുക്ക് എഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ N21 തന്നെ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലെ സ്റ്റൈലിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇത് സ്റ്റൈൽസ് വന്നിട്ട് എഡിറ്റ് സ്റ്റൈൽസ് എടുക്കുക. ഈ ഉള്ള N21 നമുക്ക് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് മാറ്റി സെറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനിയിപ്പം ഡിഫോൾട്ട് സ്റ്റൈല് അവിടെ നിന്ന് അപ്ലൈ ചെയ്തപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് വന്നു. പുതിയ ഡിഫോൾട്ട് സ്റ്റൈലിനാണ് നമ്മൾ മാറ്റം വരുത്തിയത്. അപ്പോൾ തന്നെ ആ ഡിഫോൾട്ട് പാരഗ്രാഫ് സ്റ്റൈൽ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ മാറ്റം വന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. എഡിറ്റ് പാരഗ്രാഫ് സ്റ്റൈലിൽ ഒന്നുകൂടെ സ്റ്റൈൽസ് പാരഗ്രാഫ് ഡിഫോൾട്ട് സ്റ്റൈലിനെ നമുക്കൊന്ന് മാറ്റാം. ഡിഫോൾട്ട് സ്റ്റൈലിന് ഈ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് ആണല്ലോ നമ്മൾ മാറിക്കിടക്കുന്നത്, അത് നമുക്ക് 0 ആക്കി നോക്കാം. ഓക്കെ, 0 ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഡിഫോൾട്ട് റീസൈസ് എന്ന് കൊടുത്ത് ഇത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ട്. നോക്കാം, ഇവിടെ ആ ഡിഫോൾട്ട് സ്റ്റൈലിലുള്ള പാരഗ്രാഫ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഏതാ N20. ഇനി നമുക്ക് N21 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഈ പാരഗ്രാഫിനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു. പാരഗ്രാഫ് സ്റ്റൈലിനകത്ത് N21 വന്നിട്ടുണ്ട്. N21ന്റെ കാറ്റ് സ്റ്റൈല് മാറിയിട്ടുണ്ട്. നമ്മൾ കാറ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാരഗ്രാഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റൈൽസിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. സ്റ്റൈൽസിനകത്ത് ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ N21 നമ്മൾ ഈ ഭാഗം മാത്രമേ ശ്രദ്ധിച്ചുള്ളായിരുന്നു. ഇനി ഇതിൽ തന്നെ ഒരു കാറ്റ് സ്റ്റൈലൂടെ ഉണ്ട്. ആ കാറ്റ് സ്റ്റൈലിലെ ബാക്കി കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ആ ഫോണ്ട് മാറിപ്പോവും. ഇപ്പം നമ്മുടെ മഞ്ചരിയാണ് കിടക്കുന്നത്. മഞ്ചരി ഉള്ളത് സെലക്ട് ചെയ്യണം. മഞ്ചരിയുടെ സെലക്ട് ചെയ്തു. അതിൻ്റെ പാരഗ്രാഫ് ആയതുകൊണ്ട് റെഗുലർ മതി. സൈസ് 12 പോയിന്റ്. ഓക്കെ, റെഡി. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ നമ്മൾ ഫോണ്ട് കളറും എല്ലാം മാറ്റണമെങ്കിൽ അതും ഇവിടെ തന്നെ മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുത്തെങ്കിൽ മാത്രമേ അതുകൂടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ മുമ്പ് പറ്റിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഈ വിൻഡോയുടെ ചെറിയൊരു പ്രശ്നമാണ്. ഇത് ഇവിടെ താഴെ അപ്ലൈ എന്നുള്ളത് കാണുന്നില്ല. എൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്ലൈ കൊടുക്കാം. ഇനിയിപ്പം ഇത് ക്ലോസ് ചെയ്യാം. ഇനിയും ഇതിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ, ഈ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം 12 പോയിന്റ് ഇത് പാരഗ്രാഫ് സ്റ്റൈൽ എടുക്കാം. പാരഗ്രാഫ് സ്റ്റൈൽ എടുത്തിട്ട് N21 കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അതിൻ്റെ ലൈനും വിഡ്ത്തും ഈ ഫസ്റ്റ് ലൈൻ ഇൻഡന്റും ഒക്കെ
മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിനെ നമുക്ക് എല്ലാ പാരഗ്രാഫിനും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അധികം പാരഗ്രാഫുകൾക്ക് ഒന്നിച്ച് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോറി എഡിറ്റർ ആണ് എളുപ്പം. സ്റ്റോറി എഡിറ്റർ എടുക്കുക. സ്റ്റോറി എഡിറ്റർ എടുത്തിട്ട് ഇനി ഈ പാരഗ്രാഫ് മൊത്തത്തിൽ വേണം, ഇവിടെ തൊട്ടി കൊണ്ട് താഴോട്ടോ വേണം സെലക്ട് ചെയ്യാൻ. താഴേക്ക് അത്രയും സെലക്ട് ചെയ്തു. ഈ റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നോ സ്റ്റൈൽ മാറ്റി N21 നമ്മുടെ പുതിയ സ്റ്റൈൽ അവിടെ അപ്ലൈ ചെയ്യാം. താഴേക്കും അതുപോലെ ബാക്കി ഉള്ള സ്ഥലത്തും സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് N21 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ താഴേക്ക് എല്ലായിടത്തും എവിടെയൊക്കെ വേണോ അവിടെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഇതുണ്ട്, അതിൽ ആ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ നമ്മൾ സ്റ്റൈല് N21 കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാ പാരഗ്രാഫിനും ആ എഫക്റ്റുകൾ വന്ന് സെറ്റ് ആയിക്കോളും. Ctrl+1 അടിച്ച് Ctrl+0 അടിച്ച് കഴിഞ്ഞാൽ സൂം ഔട്ടായി. എല്ലാ പാരഗ്രാഫിനും ആ എഫക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്, ഞാനത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ കാണാൻ വേണ്ടി റെഡിയാക്കിയതാണ്. അത് വേണമെന്ന് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പോയി എഡിറ്റ് സ്റ്റൈലിൽ പോയിട്ട് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ഇനി ടേബിൾ സ്റ്റൈലുണ്ട്, സെൽ സ്റ്റൈലുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.